ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരു പകൽക്കാലം കൂടി കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മളെല്ലാവരെയും സഹായിച്ചല്ലോ. ഇത് പകൽക്കാലവും പ്രാർത്ഥനയുടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ പ്രയാസങ്ങൾ, രോഗങ്ങൾ, പ്രതികൂലങ്ങൾ, നിരാശകൾ ഒക്കെ വരുമ്പോൾ നമുക്കറിയത്തില്ല എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ വേദനകളെ നോക്കാതെ, നമ്മുടെ പ്രയാസത്തെ നോക്കാതെ, നമ്മുടെ രോഗത്തെ നോക്കാതെ, നാം അനുഭവിക്കുന്ന അവഗണനകളെ നോക്കാതെ, നിരാശയെ നോക്കാതെ, ഇന്ന് പകൽക്കാലം അപ്പോസ്തലന്മാർ കാരാഗ്രഹത്തിൽ പാടി സ്തുതിച്ചതുപോലെ കർത്താവിനെ പാടി സ്തുതിക്കുവാനായിട്ട് നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ തയ്യാറാകുമെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ശക്തനായൊരു ദൈവമാണ്. നമ്മുടെ ദൈവം ഒരു നാൾ നമ്മളെ കൈവിടുന്ന ഒരു ദൈവമല്ല. കഷ്ടതയിലായത് എനിക്ക് ഗുണമായെന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ എല്ലാവരെയും സഹായിക്കട്ടെ. സുവിശേഷത്തെപ്പറ്റി ലജ്ജ കൂടാതെ പറയുവാൻ തക്കവണ്ണം നമ്മെ ഏവരെയും ദൈവം തമ്പുരാനെ എടുത്തുപയോഗിക്കുമാറാകട്ടെ. നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കി, നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റി, നിന്ദിക്കപ്പെട്ടവരുടെ മുന്നിലൊക്കെ സ്വർഗം മാനിക്കും. മൊർദെഖായിയെ ഉയർത്തിയൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. പലപ്പോഴും എന്തുകൊണ്ട് എന്ന് നാം ദൈവത്തോട് ചോദിക്കാറുണ്ട്. കർത്താവിനൊന്നേ പറയാനുള്ളൂ: അത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നിൻ്റെ വിചാരങ്ങളെക്കാൾ അധികമായ വിചാരങ്ങളാണ് ദൈവത്തിൻ്റെ വിചാരങ്ങൾ. ശുഭകരമായി പ്രവർത്തിപ്പാൻ നമ്മെ അഭ്യസിപ്പിക്കുകയും നമ്മൾ പോകേണ്ടുന്ന വഴിയിലൊക്കെ നമ്മെ നടത്തുകയും ചെയ്യുന്നൊരു ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് എന്ത് വിഷയമാണ് നിന്നെ ഭാരപ്പെടുത്തുന്നത്, അത് ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ആ വിഷയത്തിലേക്ക് നോക്കാതെ, ആ നിരാശ അകറ്റിക്കൊണ്ട്, ഹൃദയം പ്രത്യാശയാൽ നിറഞ്ഞുകൊണ്ട്, രോഗമാണോ പ്രയാസമാണോ എന്തുമായിക്കൊള്ളട്ടെ, ഹന്ന എന്ന് നിന്ദിക്കപ്പെട്ടിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം കൂട്ടുകാരിൽ പരമായിട്ട് ആനന്ദ തൈലം കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്യുന്നൊരു ദൈവമാണ്. നാം ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കോണം ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നാൽ അവനൊരു നാൾ നമ്മളെ ഉപേക്ഷിക്കുന്നൊരു ദൈവമല്ല. ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട്, വിശ്വാസം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കർത്താവിനെ നോക്കിക്കൊണ്ട് മാത്രം യാത്ര ചെയ്യാം. നമ്മുടെ പ്രതികൂലങ്ങളെ നോക്കിയാൽ നാം നിരാശരായി തീരുകയാണ്. നമ്മുടെ വേദനകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നിരാശരായി മാറുകയാണ്. എന്നാൽ നിരാശയെ പ്രത്യാശയാക്കി മാറ്റുവാൻ, ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുവാൻ മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവത്തിന് സാധിക്കും രോഗത്തെ സൗഖ്യമാക്കുവാൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്ന ഇടത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. സുവിശേഷത്തെപ്പറ്റി ലജ്ജ കൂടാതെ പറയുവാൻ തക്കവണ്ണം, കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും എഴുന്നേൽക്കേണ്ടതായിട്ടുള്ള സമയമാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിനങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ അവന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അവൻ്റെ കരങ്ങളിലെ നല്ല ആയുധങ്ങളാക്കി മാറുവാൻ, ആയുധങ്ങളാക്കി നമ്മെ ഓരോരുത്തരെയും മാറ്റുവാൻ, പുതിയ മൂർച്ചയുള്ള മിതിവണ്ടികളാക്കി നമ്മളെ ആക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് ഈ പകൽക്കാലം നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ വേദനകളെ മാറ്റുവാൻ, നമ്മുടെ രോഗത്തെ മാറ്റുവാൻ, നമ്മുടെ പ്രയാസങ്ങളെ മാറ്റുവാൻ എല്ലാത്തിനും കഴിവായൊരു ദൈവം കൂടെയുണ്ടെന്ന് ഉള്ളൊരു വലിയ വിശ്വാസം ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നമ്മളെ എല്ലാവരെയും എടുത്തുപയോഗിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മോട് കരുണ കാണിക്കട്ടെ. അവനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. കർത്താവിനെ പിരിഞ്ഞ് നമ്മൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. നമ്മുടെ ഏക ആശ്രയം, നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നമ്മുടെ കർത്താവ് മാത്രമേ അന്ത്യം വരെയും നമ്മോട് കൂടെ കാണുകയുള്ളൂ. ലോകത്തിൽ ആരും അവസാനം വരെ ഞാൻ നിൻ്റെ കൂടെ കാണാമെന്ന് എത്ര വാഗ്ദത്തം പറഞ്ഞാലും അതിനെല്ലാം മാറ്റം വരും. എന്നാൽ മാറ്റം വരുത്താത്ത വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായൊരു ദൈവം കൂടെയുള്ളപ്പോൾ എന്തിന് ദൈവവേദനയെ നീ ഭാരപ്പെടണം? നിൻ്റെ ഭാരം വിട്ടുകളഞ്ഞിട്ട് ഇന്ന് പകൽക്കാലം നിൻ്റെ പ്രയാസം മാറട്ടെ. ഒരുപക്ഷെ രോഗാവസ്ഥയിലായിരിക്കാം, ഞെരുക്കാവസ്ഥയിലായിരിക്കാം, നിരാശകളിൽ കൂടെ നീ കടന്നു പോകുകയായിരിക്കാം, ഒരുപാട് അവഗണനകളിൽ കൂടെ നീ കടന്നു പോകുകയായിരിക്കാം. എന്നാൽ എൻ്റെ ദൈവത്തിൽ പരിപൂർണമായിട്ട് നമ്മൾ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ദൈവം നമ്മളെ കൈവിടുന്നൊരു ദൈവമല്ലെന്ന് ഒരു പ്രാവശ്യം കൂടെ വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകൽക്കാലം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പകലാക്കി സ്വർഗം മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് ചേർന്നിരിപ്പാൻ തക്കോണം ഇന്ന് പകൽക്കാലം ദൈവം എല്ലാവർക്കും അതിനൊരു കൃപയാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളെ നോക്കാതെ മുന്നോട്ട് പോകാൻ ആവശ്യമായിരിക്കുന്ന വലിയ ദൈവകൃപ നമ്മൾ ഓരോരുത്തരിലും കർത്താവ് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകാരം സംഭവിക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.